നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ കലുഷിതമാവുകയാണ്. ഇപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവവികാസം വലിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. 24 മണിക്കൂറിനകം 3 രാജ്യങ്ങളിൽ ആക്രമണം നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ. പാകിസ്ഥാൻ, ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങൾക്ക് മേലാണ് ആക്രമണം നടത്തിയത്. ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അജിംസ്, ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറാനിൽ ഈ മാസം ആദ്യം ഒരു കെർമാനിലൊരു ഭീകരാക്രമണം ഉണ്ടായിരുന്നല്ലോ. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം 1979 വിപ്ലവം നടന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ടെറർ അറ്റാക്കാണ് അതുണ്ടായത്. ഏതാണ്ട് 90 പേര് മുതൽ ഒരു 110 പേര് വരെ മരിച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് കടന്നു കയറി ഒരു ഭീകരാക്രമണം നടന്നു. ആ ഭീകരാക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെടുന്നു. അത് ആ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായി മാറുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉടനെ തിരിച്ചടി കൊടുക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഈ ഇറാൻ്റെ ടെറിട്ടറിക്കകത്ത് ഭീകരാക്രമണം നടക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല, ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുമ്പോഴൊക്കെ ഇറാൻ പറയുന്നത് അത് ഇസ്രായേലാണ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ അവരുടെ റെസ്പോൺസ് ചെയ്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗൂഢാലോചനയാണ് ഈ ടെറർ അറ്റാക്ക്, അതിന് ഞങ്ങൾ പകരം വീട്ടിയിരിക്കുന്നവർ പ്രഖ്യാപിച്ചിരുന്നു. ആ സംഭവം നടന്ന തൊട്ടുടനെ തന്നെ ഐസിസ് ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പോൾ ഇറാൻ വളരെ പെട്ടെന്ന് ഐസിസ് എന്ന് പറഞ്ഞാൽ ഇറാൻ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗൂഢാലോചനയാൽ രൂപീകരിക്കപ്പെട്ട ഭീകരപ്രസ്ഥാനം എന്നാണ് ഇറാൻ്റെ നേരത്തെയുള്ള ആരോപണം. അങ്ങനെയാണ്, അത് ഇസ്രായേൽ ഉണ്ടാക്കിയൊരു ഭീകരപ്രസ്ഥാനമാണെന്നാണ്. അപ്പോൾ അതിന് അവർ പറയുന്ന ഒരു ന്യായീകരണം, ഇറാൻ പറയുന്ന ന്യായീകരണം, ഐസിസ് എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഐസിസ് ഒരിക്കലും അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നില്ല. ഐസിസ് ഒരിക്കലും ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലും അവരെ പോർട്ടൽ പോലും ഏൽപ്പിക്കുന്നില്ല. ഐസിസ് ആരാണ് കൊല്ലുന്നത്, ഐസിസ് ആർക്കെതിരെയാണ് പോരാടുന്നത് നോക്കിയാൽ അത് ആരുണ്ടാക്കിയ ഭീകര സംഘടനയാണെന്ന് മനസ്സിലാവുമെന്നാണ് ഇറാൻ്റെ വാദം. ഇപ്പോൾ ഈ കെർമാനിലെ ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴും ഇറാൻ ഉന്നയിക്കുന്നത് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗൂഢാലോചനയാണെന്നാണ്. അപ്പോൾ അതിനുശേഷം ഇറാൻ ഇറാഖിലെ ഒരു ഐസിസ് കേന്ദ്രം ആക്രമിക്കുന്നു. പിന്നീട് ഒരു ഇസ്രായേൽ ചാര കേന്ദ്രം എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ ഒരു ഡിപ്ലോമാറ്റിക് സെൻ്ററാണ് ആക്രമിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് പാകിസ്ഥാനിലെ ബലൂച്ച് പ്രവിശ്യയിലുള്ള ബലൂചിസ്ഥാൻ വിഘടനവാദികളുടെ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഒരു ആക്രമണം നടത്തുന്നു. ആ ആക്രമണം നടത്തുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ പെട്ടതാണ്. തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം പലതരത്തിലുള്ള മിലിറ്ററി ഗ്രൂപ്പുകളുടെ കേന്ദ്രമാണ്. ഈ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ, അത് പാകിസ്ഥാനും പ്രശ്നമാണ്. ഈ ബലൂച്ച് പ്രവിശ്യ ഇറാനിലുമുണ്ട്. ഇറാനിലും ബലൂച്ച് പ്രവിശ്യയുണ്ട്. അതായത് ബലൂച്ച് വംശജരുള്ള സ്ഥലമുണ്ട്, പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും, ഇറാൻ്റെ ഭാഗത്തും പാകിസ്ഥാൻ്റെ ഭാഗത്തും 2 ബലൂച്ച് വിഘടനവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി, ഒന്ന് ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട്. അപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി രൂപീകരിക്കപ്പെടുന്നത് ഡമസ്കസിലാണ്, സിറിയയിലാണ്. അവിടെ വെച്ച് രൂപീകരിക്കപ്പെട്ടിട്ടാണ് ഈ ഇറാനിലത് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാനിലെ ഈ ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് അത് അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അതിനെക്കുറിച്ച് ആരോപിക്കുന്നത്, ഈ ബലൂച്ച് വിഘടനവാദത്തെക്കുറിച്ച് ആരോപിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്നാണ്. ഇന്ത്യയാണ് ബലൂച്ച് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അവർ നിരന്തരം കുറ്റാരോപണം നടത്തുന്നതാണ്. കാരണം അവിടെ പരിക്കേൽക്കുന്ന ആളുകളൊക്കെ ഇന്ത്യയിൽ വന്നാണ് ചികിത്സ ഇടുന്നതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഇറാൻ ആരോപിക്കുന്നത് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ ബലൂച്ച് വിഘടനവാദം ഇവിടെ നടക്കുന്നതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അപ്പോൾ ഈ കെർമാനിൽ യഥാർത്ഥത്തിൽ ആരാണ് അവിടെ ബോംബ് വെച്ചതെന്ന് ഇനിയും ക്ലിയർ അല്ല. ഐസിസ് ഏറ്റെടുത്തുണ്ട്. ഐസിസ് ഇപ്പോൾ നിലവിലുണ്ടോ, ഐസിസ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ ഇറാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഇറാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇറാഖിലെ ഒരു ഐസിസ് കേന്ദ്രത്തിലും, മറ്റൊന്ന് ഈ ഇസ്രായേലിൻ്റെ സ്പൈ നിലനിൽക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തും അറ്റാക്ക് ചെയ്യുന്നു. മറ്റൊന്ന് ഈ ബലൂച്ച് കേന്ദ്രത്തിൽ, പാകിസ്ഥാനിലെ ബലൂച്ച് കേന്ദ്രത്തിൽ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അവിടെ മരിച്ചത് സാധാരണ സിവിലിയൻസ് ആണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇറാൻ സ്വന്തം ടെറിട്ടറിയിൽ വന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇൻസൈഡ് ഭയങ്കര പ്രശ്നമുണ്ടായി, അവർ തിരിച്ചടിച്ചു. അത് ഇറാനിലും അങ്ങനെ തന്നെ സിവിലിയൻസാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയുന്നു. പക്ഷേ ഒരു ഇറാൻ പാകിസ്ഥാൻ യുദ്ധം ഒരു ക്ലാഷ് അധികം നീണ്ടുപോകില്ല. കാരണം അത് രണ്ടുപേർക്കും താല്പര്യമുള്ള കേസല്ല. എന്ന് മാത്രമല്ല, രണ്ടുപേരും പാകിസ്ഥാനും ഇറാനും നേരിടുന്ന ഒരേ തരം ശത്രുക്കളെയാണ്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പല കാരണങ്ങളല്ല, അവർക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം. പൊളിറ്റിക്കൽ വിയോജിപ്പുണ്ടെങ്കിൽ പോലും പരസ്പരം അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചൈനയാണ്. ചൈനയ്ക്ക് ഇറാനും പാകിസ്ഥാനും ഇപ്പോൾ റൈറ്റ് നൗ വളരെ പ്രധാനപ്പെട്ട 2 സഖ്യശക്തികളാണ് പല കാരണങ്ങളാൽ. അതുകൊണ്ടാണ് ചൈന വളരെ പെട്ടെന്ന് ഇടപെട്ട് ഇത് കൂടുതൽ വഷളാക്കരുതെന്ന് ആവശ്യപ്പെടുന്നത്.
ഇറാൻ്റെ പ്രശ്നം ഇറാന് പ്രതികാരം ചെയ്യണം, ആ ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യണം എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. അതിന് ഇവിടെ അടിച്ചെന്നാൽ അത് ബലൂച്ച് വിഘടനവാദികളാണ് അത് നടത്തിയതെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ ഇറാനിൽ എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇറാൻ എന്ത് ചെയ്യണം, അതിന് പ്രതികാരം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ഇത് ഫ്ലയറപ്പ് ചെയ്യുന്ന പല രീതിയിൽ, ഇപ്പോൾ ഇറാൻ പാകിസ്ഥാൻ വിഷയം മാറ്റി നിർത്തിയാൽ തന്നെ ഇത് ഫ്ലയറപ്പ് ചെയ്യുന്നത് ഈ പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴിവെക്കും. കാരണം ഒരു വശത്ത് ഹൂത്തികൾ കപ്പലാക്രമിക്കുന്നു, അവർക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ പല രീതിയിൽ പല ഡയമെൻഷനിൽ ഈ പറയുന്ന ക്ലാഷസ് വർദ്ധിക്കുന്നത് ഒരു ലാർജർ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ആശങ്കിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇറാൻ പാകിസ്ഥാൻ ക്ലാഷ് അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈന അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇസ്രാവ് എന്താ തോന്നുന്നത്, ഈ പശ്ചിമേഷ്യയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു അശാന്തിയുടെ നാളുകളിലേക്ക് ദീർഘമായി പോകുന്നൊരു സ്ഥിതി ഉണ്ടാകുമോ? ഇല്ലില്ല, അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത് നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ച പോലെ ഇറാനെ സംബന്ധിച്ച് സമീപകാലത്ത് അവരുടെ ടെറിട്ടറിക്കകത്ത് ഉണ്ടായിരിക്കുന്ന സംഗതികളുടെ ഒരു റിട്ടാലിയേഷൻ എന്നത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു പരമാധികാര രാജ്യം എന്നുള്ളത് അവർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ സിറിയയിലും ഇറാഖിലും ആക്രമിക്കുന്നത്. സിറിയയിൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതാണ്ട് 100ഓളം പേരെ കൊന്നിട്ടുള്ള ഒരു ആക്രമണത്തിന് IS ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ISനെ ആക്രമിക്കാമെന്ന്. മറ്റൊന്ന് മൊസാദിൻ്റെയും അമേരിക്കയുടെയും കേന്ദ്രം എന്ന നിലയ്ക്കാണ് ഇറാഖിനകത്ത് ആക്രമണം നടത്തുന്നത്. അത് രണ്ടുമാണ് അവർക്ക് ആവശ്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഇൻറ്റേർണൽ ത്രെഡ്സിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന മട്ടിൽ പാകിസ്ഥാനിലെയും എന്താ പറയുന്നത് ബലൂച്ചിലെ ഒരു കേന്ദ്രം ആക്രമിക്കുകയാണ്. അതിനും അവർക്ക് ന്യായമുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂണിൽ ഈ ബലൂച്ചിലെ ഒരു സംഘടനയുണ്ട്, ജെയ്ഷ് അൽ അദിൽ എന്ന് പറഞ്ഞൊരു സംഘടന, അവർ അദ്റോ അങ്ങനെയാണ് ഒരു പേര്. അത് പാകിസ്ഥാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം എന്താ പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ശത്രുവാണ് ഇറാനിലെ പലതരത്തിലുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുക. ഈ അവസാനം അവർ ജൂണിലോ മറ്റു നടത്തിയ ആക്രമണത്തിൽ 10-11 പേര് കൊല്ലപ്പെട്ടു, പോലീസുകാരടക്കം, ഇറാനി പോലീസുകാരടക്കം. അതിനുള്ള മറുപടിയായിട്ട് ആണ് ഈ പ്രത്യാക്രമണം എന്നാണ് ഇപ്പോൾ ഇറാൻ വിശദീകരിക്കുന്നത്. ഇറാൻ അതിനകത്തൊരു കാരണമുണ്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട അപ്പോൾ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പത്തെ ഒരു സംഭവത്തിന് ഇപ്പോൾ ഒരു പ്രതികാരം നിർവഹിക്കുന്നത് എന്തിനാണെന്നൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ. ഐ തിങ്ക് അവർ മറ്റ് രണ്ട് സംഗതികളെ കൂടി ജസ്റ്റിഫൈ ചെയ്യാനാണ് ഇതുകൂടി ചെയ്യുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആഭ്യന്തരമായി പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതികളെ ഞങ്ങൾ മാർക്ക് ചെയ്ത് തിരിച്ചടിക്കുകയാണ്. അതേസമയം മൊസാദിന് അല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സിറിയയിലും ഇറാഖിലുമായി മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന സംഗതി, പ്രാഥമിക സംഗതി, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനം. പാകിസ്ഥാൻ്റെ കാര്യത്തിലും അവരിപ്പോൾ അതുകൂടി ചേർത്ത് ഞങ്ങൾ മൊത്തത്തിൽ നേരിടുന്ന ത്രെട്ടിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വരുത്തിരിക്കുകയാണ്. പക്ഷേ അത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ കൺട്രിയാണ്, ബോംബ് കയ്യിലുള്ള ആണവ ശക്തിയാണ്. ഇറാൻ ഇപ്പോഴും ഒരു പ്രഖ്യാപിത ആണവ ശക്തിയല്ല, എന്നിട്ട് കൂടി ഒരു എന്താ പറയുന്നത് വ്യോമരേഖ കടന്നിട്ടുള്ള ആക്രമണം നടത്താൻ അവർ തയ്യാറായി എന്നുള്ളത് ചില്ലറ സംഗതിയല്ല. അപ്പോൾ ഒരു സാധാരണ മറ്റുള്ള അപ്പുറം പോയിട്ടുള്ള നടപടിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെ ആ നിലയ്ക്കുള്ള അഭിമാന പ്രശ്നമുണ്ട്. ഈ റിട്ടാലിയേഷനിലേക്ക് ഇപ്പോൾ പോകാൻ പാടില്ലെന്ന് നിങ്ങൾ കുറച്ചുകൂടെ സമാധാനം പാലിക്കണമെന്ന് ചൈന നേരിട്ട് ആവശ്യപ്പെട്ടതിന് ശേഷവും പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തി 7 പേരെ കൊന്നു. അതിലൂടെ അത് അവസാനിക്കും. കാരണം അതിനപ്പുറം പോകാൻ നേരത്തെ അജിംസ് പറഞ്ഞാൽ ചൈന ആഗ്രഹിക്കുന്നില്ല. ചൈനയെ സംബന്ധിച്ച് ഇറാൻ ഏതാണ്ട് ചൈനയുടെ കൺട്രോളിലാണ്. ഇറാൻ ഇടപെട്ടിട്ടാണ് ദീർഘകാലമായി പ്രശ്നം ഉണ്ടായിരുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധമൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് അതിനകത്ത് അതിൽ എസ്കലേഷൻ്റെ സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇറാൻ അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയിട്ട് അവർ സൈനികമായ ചില നടപടികളിലേക്ക് കടന്നു എന്നതാണ്. പക്ഷേ ഇതിനെല്ലാം റീസൺസ് ഉണ്ട് എന്നാണ് കാണേണ്ട കാര്യം. ഇറാനകത്തുണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തിലാണ് സിറിയയിലെ പ്രതികാരം, ഇറാഖിലെ പ്രതികാരം. പാകിസ്ഥാനിലെ ഈ സംഘടനയുള്ള ഈ ഭീകര സംഘടന വലിയ തോതിൽ ഇറാനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇറാൻ നിരന്തരം നാശം ഉണ്ടാക്കുന്ന സംഘടനയാണ്. അവരുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നത്. നിർഭാഗ്യവശാൽ അവിടെ കൊല്ലപ്പെട്ട ആൾക്കാർ സിവിലിയൻസ് ആണ് പാകിസ്ഥാൻ പറയുന്നു. അപ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് തുടർ സാധ്യതകളോ വേറെ ഡയമെൻഷൻസോ ഉണ്ടെന്ന് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എവിടെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോ നീക്കങ്ങളും വളരെ നിർണായകമാണ്. അത് നീക്കങ്ങൾ, സൈനിക നീക്കങ്ങൾ, ചർച്ചകളൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നുമുണ്ട്. എന്താണെങ്കിലും എത്രയും വേഗം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ. ആത്യന്തികമായി മനുഷ്യരെയാണ്, അവരുടെ ജീവിതത്തെയാണ് ഇത്തരം പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, ആക്രമണങ്ങളെല്ലാം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ